അങ്കണവാടിയിലെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇനി നിസ്സാര കാര്യമല്ല. ബിരിയാണിയും പുലാവും അടക്കമുള്ള പുതിയ ഭക്ഷണ മെനു തയ്യാറാക്കാനുള്ള പരിശീലനം ജീവനക്കാർക്ക് നൽകി. തിരുവനന്തപുരം കോവളത്ത് ഇന്നലെ നടന്ന പരിശീലന പരിപാടിയിൽ സംസ്ഥാനത്ത് നിന്നാകെ 56 പേർ പങ്കെടുത്തു. അങ്കണവാടിയിൽ എന്തോ വേണ്ടേ? അങ്കണവാടികളിൽ ബിർനാണിയും പൊരിച്ച കോഴിയും വേണമെന്നായിരുന്നു ശംഖുവിന്റെ ആവശ്യം. വനിതാ ശിശു വികസന വകുപ്പ് അതിനോട് നോ പറഞ്ഞില്ല. ബിരിയാണി മാത്രമല്ല, ഇനി പുലാവും കുട്ടികൾക്ക് ലഭിക്കും. സംസ്ഥാനത്തെ അങ്കണവാടികളിൽ ബിരിയാണിയും പുലാവും അടക്കമുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി മെനു പരിഷ്കരിച്ചിരുന്നു. ഇതുപ്രകാരം ബിരിയാണിയും പുലാവും ഉണ്ടാക്കാനുള്ള പരിശീലനം വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. പരിശീലനത്തിന് എത്തിയവർക്കൊപ്പം മന്ത്രി വീണ ജോർജും കൂടി. ഉപ്പുമാവ് വേണ്ട, ബിരിയാണി മതി എന്ന് പറഞ്ഞ ശംഖുവിന്റെ ഏറ്റവും കൗതുകകരവും ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള വാക്കുകളാണ് വാസ്തവത്തിൽ നമ്മളെ ഇതിലേക്ക് എത്തിച്ചത്. പാചക ആരോഗ്യ വിദഗ്ധരുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. തലസ്ഥാനത്തെ പരിശീലനം കൊണ്ട് മാത്രം തീരുന്നില്ല, അങ്കണവാടികളിലും പരിശീലനം ഉണ്ടാകും. ആരോഗ്യമുള്ള ഭാവി തലമുറയെ വാർത്തെടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് കുറച്ച് കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ച ഉറപ്പാക്കും. ബിരിയാണിക്കും പുലാവിനും പുറമെ ഫ്രൂട്ട് കപ്പ്, ന്യൂട്രി ലഡു, ഇലയിട തുടങ്ങിയ പ്രധാന വിഭവങ്ങളിലും പരിശീലനം നൽകി. മീഡിയ 1 തിരുവനന്തപുരം.